മറ്റേ അഡ്മിൻ അനൗൺസ്മെന്റ് എത്ര നേരമാടാ? കുറെ നേരെ അഡ്മിൻ സംസാരിച്ചോണ്ട് നിൽപ്പുണ്ട് അതിനകത്ത് നിന്ന്. എനിക്കറിയാം എന്തിനാ സംസാരിക്കുന്നത്. സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ ഇത്രയും സംസാരിക്കണം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു അറൗണ്ട് 5 മിനിറ്റ്, അതായത് 15 മിനിറ്റ് കഴിഞ്ഞ അഡ്മിൻ അനൗൺസ്മെന്റ് ഇടുന്നത്. അവർ 5 മിനിറ്റ് ആണ് ഗ്രേസ് പീരീഡ് കൊടുക്കുന്നത്. അതിനുള്ളിൽ ഇറങ്ങില്ലെന്നുണ്ടെങ്കിൽ ഗ്യാങ് സസ്പെൻഷൻ എന്തോ തോന്നുന്നു, അല്ലെന്നുണ്ടെങ്കിൽ സേഫ് സോൺ ലിഫ്റ്റ് ആവോ എന്തോ സംഭവം. നമുക്ക് ഇപ്പൊ അടിക്കാലോ. ഇതിപ്പോ എന്തിനും 15 മിനിറ്റും 5 മിനിറ്റ് ഗ്രേസ് പീരീഡും കഴിഞ്ഞെന്ന് പറ അവരുടെ. ആ വെള്ളയെന്ന് മാറി ഒരുത്തരം ഇറങ്ങിയിട്ടുണ്ട്, അടിച്ചോ മനസ്സിലായോ? ഒരുത്തരും ഞാൻ എല്ലാം റെഡി ആയിട്ട് നിന്നോ. അവന്മാരെ വെള്ളയെന്ന് മാറി റോഡിലോട്ട് ഇറങ്ങി അടിച്ചേ. പക്ഷെ ഒരുത്തരും അവരുടെ ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് അടിക്കരുത്. അങ്ങനെ കുത്തുവാണെങ്കിൽ മലയുടെ മണ്ടയ്ക്ക് കുത്തുള്ളൂ. അവന്മാരുടെ അടുത്തന്നെ ബഗ്ഗായി, അതാണ് അവന്മാർ ഇവിടെ വന്നത്. മനസ്സിലായോ? റോഡിലാണ് നിൽക്കുന്നേ. റോഡ് ഇറങ്ങുന്നവരെ മാത്രം ഫയർ ചെയ്യും. അവരുടെ ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് ഫയർ ചെയ്യരുത്. മനസ്സിലായോ? അടിയവനെ തൂക്ക് അവന്റെ ബോഡി എടു. എല്ലാത്തിനും പണ്ണ് ആ റോഡിൽ ഇറങ്ങുവാണെങ്കിൽ മലത്തവരൊക്കെ നമ്മുടെ പിള്ളേട് അവന്റെ ഇതാക്കല്ലേ. നമ്മളെ ബോഡി എടുത്താ മന്ദാരം കയറി അതിൽ വണ്ടി കയറി നമ്മുടെ അവന്റെ കുഞ്ഞമ്മയുടെ കോത്തിക്കറി ഇത്ര നേരം ഇരുന്നിട്ട് അവന്മാർ കുണക്കനായിരുന്നു. നമ്മുടെ ഒരു വണ്ടി അവരെ ഗ്യാങ് ഹൗസിൽ ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട്. അത് ആരാ അവിടെ കൊണ്ടിട്ട് നിർത്തിയായിരുന്നല്ലേ. നമുക്ക് നമ്മുടെ പോയി നമുക്ക് ഇത് ഇനിഷ്യൽ സിറ്റുവേഷൻ അല്ലടാ. അത്ര വാ. ഒരു EMS വിളിക്കണം. ഒരു EMS വിളിച്ചിട്ട് പൊക്കിപ്പിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെ ഒന്ന് കൊന്നാ മതി. EMS വന്നോളൂ. ആ കൂട്ടത്തിൽ ഇവരെ പൊക്കിപ്പിച്ചിട്ട് ഹോസ്റ്റൽ ആക്കിയിട്ട് ബാക്കി സംസാരിക്കാം. കൊല്ലല്ലേ പുറത്തുനിന്ന് കൊല്ലേ. എടാ നമ്മളെ പിള്ളേർ രണ്ടു ഡൗൺ ആയില്ലേ? ഒരാളെ നമ്മുടെ ആളെ മസ്റ്റ് ആയിട്ട് എടുക്കണേ. വണ്ടി സേവ് ചെയ്യോ? ഇനി അവന്ന് അടിക്കട്ടെ. ഇനി അവരാ വണ്ടി ഒന്ന് സേവ് ചെയ്യടാ ഇവിടുന്ന് ആരെങ്കിലും. ആവശ്യമില്ലാത്ത വണ്ടികളെല്ലാം സേവ് ചെയ്യുക, ഇതാക്കുക. ഒരു വണ്ടി പോയി ഫ്യൂൽ ചെയ്ത് റിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ കുളത്തിൽ കളയടാ. ഫ്യൂല് കളയണ്ടല്ലോ കേട്ടോ. ഇവിടുന്ന് കത്തല്ലേ കൂടുതൽ വണ്ടിയാണ്. എടാ EMS വന്നായിരുന്നോ? ഞാൻ വിളിക്കണോ? ഒരു EMS വിളിച്ചെന്തരാ? നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഇല്ല ഇവിടെ. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ കൊന്നാലും മതി. മന്ദാരം തലസാണോ? മന്ദാരം തലസാണോ?
തലസിലടുത്ത് വന്നേ ഒന്ന് തലയിറങ്ങി വേണേ EMS വരാൻ വേണ്ടിട്ട്. തലസല്ലാത്ത ഒരാള് പോവേ ചന്ദ്രനെ അടിച്ചു അല്ലേ EMS വരുമല്ലേ ഒരാള് ചെല്ലോ ഫ്രണ്ടിലോട്ട് ഇവിടെ എന്റെ മാർക്കില്ല. എവിടെ അവിടെ ആരും കൊല്ലണ്ട. അത് EMS വലിക്കും. ഗ്യാങ്സിന് അകത്ത് അടിച്ചിട്ട്. എടാ നീ തത്സം വേണം. അടിച്ചോ. പോട്ടെ, പവർ വരട്ടെ. എത്ര വണ്ടി സേവ് ചെയ്യോ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ വണ്ടി നമ്മുടെ വണ്ടിക്ക് ടയറേ ഇല്ല. നമുക്കെന്നെ പണി കിട്ടും. അവസാനം നമുക്കെന്നെ പണി കിട്ടും. വെയിറ്റ് വണ്ടിയിലെടുത്ത് ഇടാം. അതിലൊന്ന് ഹെൽപ്പ് ഇടാവുന്നു DV അടിക്കാവുന്ന ഇവിടെ മൊത്തമായിട്ട് വണ്ടി സേവ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറോ? ഇത് മൊത്തം വണ്ടികൾ വന്നല്ലോ ഇത്. മാറിയില്ല ഓൾമോസ്റ്റ് വണ്ടി മാറിയില്ലേ. ചന്ദ്ര ബോർഡ് റെഡി ആയിട്ടുണ്ടേ. ഓൾറെഡി ഓക്കെ ഹലോ MG3 എന്താ നിനക്ക് കഴിക്കണ നിനക്ക് അങ്ങ് ഇറങ്ങി വരാൻ. നീ ആര് നീ? ഇത് കിണ്ടിയാണോ? MG3 ഫുള്ള് വണ്ടി ഉണ്ട് പുറത്ത്. അവര് കണ്ണെടുത്തേ വെയിറ്റ് മിക്കവാറും അകത്ത് പോസ്റ്റിലൊക്കെ അടിക്കുന്നത്. അകത്തോട്ട് കയറുന്നെന്ന് കാണണം. ഇങ്ങോട്ടോ വലിഞ്ഞോട് നമുക്കറിയുന്ന കാര്യം നല്ല അമ്മമാർക്കറിയാൻ തോന്നുന്നുണ്ടോ? അടിച്ചത് ആരെ ഗ്യാങ്സിൽ കയറി തെല്ലാൻ നോക്കണമല്ലോ നമുക്ക്. ഹൈഗ്രൗണ്ട് ഓടി അപ്പൊ ഫ്രണ്ട് വിട്ട് കൊടുക്കണ്ടാ. ഫ്രണ്ട് വിട്ട് കൊടുക്കില്ല. ഉറക്കാമാരെ എഫ്ഐ അടിച്ചേ. ഓക്കെ ഒരുത്തം പോയി. അടുത്ത നെക്സ്റ്റ് വണ്ടി അകത്ത് കയറിയാ മറ. നൈസ് അവന്റെ തന്തയുടെ വിട്ട് കളിച്ച തന്തയുടെ പാറട്ട. അപ്പാപ്പറ ഒട്ടകത്തുണ്ടെന്ന് അടിച്ചേരാ അപ്പാപ്പ അടിച്ചേരുന്ന ആ ചെറിയ അടുത്തുള്ള അവനടിച്ച ഞാനൊരു കാര്യം പറയാവേ, ഇവന്മാരെല്ലാം കിക്കാണ്. ശ്രദ്ധിച്ചോ ഒരുത്തരും വെളിയിലേക്ക് അടിക്കണ്ട. അകത്ത് കയറിയന്മാരെ മാത്രം അടിച്ചാൽ മതി. മനസ്സിലായോ? അകത്ത് മാത്രം അടിച്ചാൽ മതി. അവരങ്ങട് ഇങ്ങട് വലിച്ചേടാ അവനെങ്ങ് വരാതീനെങ്ങ് വിളി. തീട്ട തലേ കൂടെ തീട്ട വിടമാര് പാവന്മാര്. അവന്റെ അച്ഛന്റെ വീട്ടിൽ വരുമ്പോൾ വന്നേക്കണം അവൻ അങ്ങ് ഉലത്താന്ന് വിചാരിച്ച്. ഇങ്ങനെ കേറിയ എന്തൊരു മണ്ടത്തിലല്ലേ. വലിയ മാസമാണെങ്കിൽ ഇതിനെക്കാട്ടില് അന്ത തടവ നമ്മളടിച്ചു അവന്മാരെ വീട്ടിൽ കയറി. ഇവിടെ ഒരുപാട് വഴികളുള്ളപ്പോ എളുപ്പമാണ്. എടാ ഈ ഡ്രോ നമ്മള് ബോധനയുണ്ട. അകത്ത് കയറുന്നവരെ മാത്രം തല്ലിവിട്ടാ മതി. ഉന്നമില്ലായിരുന്നു ഭാവത്തിന് പുറത്തുനിന്ന് അടിച്ചവന്. അനൗൺസ്മെന്റ് എന്തായിട്ടാ? ഒരുത്തൻ നമ്മുടെ ഗ്യാങ്സിന്റെ എവിടെ കിടപ്പുണ്ട്. അവന്റെ ബോഡിക്ക് തൂക്കി
ഇല്ലല്ല അനൗൺസ്മെന്റ് ഇട്ട് നമ്മള് ടെമ്പററി സസ്പെൻഡ് ആയി നമ്മളും MG3 MG3 അങ്ങനെ എന്തെല്ലാം ഉണ്ട് രണ്ടുപേരും നമ്മളല്ലല്ലോ അനൗൺസ്മെന്റിൽ അങ്ങനെ എന്തല്ലേ വെയിറ്റ് ഞാൻ നോക്കട്ടെ അപ്പൊ അങ്ങനെ ഇട്ട ആ കുഴപ്പമില്ല നമ്മൾ അവിടെ ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ MG3 നമ്മൾ ഫയർ ചെയ്തില്ലല്ലോ നമ്മളാരും ഫയർ ചെയ്തില്ലല്ലോ ആ ഓക്കെ അത്ര മതി ആ PO ക്ലിയർ ചെയ്താൽ നമ്മുടെ സസ്പെൻഷൻ ലിഫ്റ്റ് ആവും മനസ്സിലായോ മുമ്പല്ല എന്റെ കടി ഇനി പേര് നമ്മളാരും ഫയർ ചെയ്തില്ലല്ലോ ഗ്യാസോട്ട് ഫയർ ചെയ്തില്ലല്ലോ പുറത്തിറങ്ങാൻ മാത്രമല്ല ബാക്കിയില്ലാത്തവരെ നമുക്ക് പുറത്തു പോയി തല്ലിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എല്ലാം കിക്കായി പോയി നിനക്ക് വീഡിയോ അല്ല ഒന്ന് രണ്ട് പേരെന്തോ ഉണ്ടോ ഒരു മിനിറ്റ് ഈ കണ്ടി ഏതാ നോക്കിയേ ഇത് കിണ്ടിയാണാ കണ്ടിയാണാ ഇത് വേറെ ഏതോ കണ്ടി ഇത് കണ്ടിയല്ലേ എടാ MG3 കണ്ടി ഇവിടെ ഡെഡ് കാരി ഹോസ്റ്റേജ് ഇല്ല നിങ്ങൾ ചെയ്തത് ഡെഡ് കാരി ഹോസ്റ്റേജ് അതെ നമുക്ക് എന്തിനാണ് സസ്പെൻഷൻ എന്തിനാണ് ഫയറിങ്ങിന് ആര് ഫയർ ചെയ്തു എവിടെ ഇവിടുന്ന് ഫയർ ചെയ്തു പ്ലേസിനെ പിന്നെ ഞങ്ങളെ ഞങ്ങളെ ഇവിടെ ഫ്രം ആൻഡ് ടു ദ ഗാങ് ഹൗസ് ഫയർ ഞങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് നമ്മൾ ഫയർ ചെയ്തു നമ്മൾ വെളിയിലോട്ട് ഫയർ ചെയ്തിട്ടില്ല വെളിയിൽ അവിടെ ഫയർ ചെയ്തു കാണിച്ചു തരാമോ ഞങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ അകത്തുനിന്ന് നമ്മൾ വെളിയിലോട്ട് ഫയർ ചെയ്തിട്ടില്ല ടെമ്പററി ആണ് സംസാരിച്ചിട്ട് മാറ്റും ടെമ്പററി ആണ് അല്ല നിങ്ങൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ റൂൾ ഫോളോ ചെയ്തില്ലെന്ന് ആയിപ്പോത്തില്ല അത് അതാണ് ശരി അതാ പറഞ്ഞ ടെമ്പററി ആണ് ടെമ്പററി ആണ് നമ്മൾ കാണിച്ചു തരാം ഈ ഡെഡ് ഹോസ്റ്റേജ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി ഡെഡ് ഹോസ്റ്റേജ് ഇല്ലെന്ന് പറഞ്ഞില്ല ഈ സമയം കൊണ്ട് ഇപ്പൊ ഇവിടെ പോയമാര് വന്ന് തല്ലി മനസ്സിലായി സത്യം എല്ലാരും ഇവിടെ നിൽക്കും എന്താ പറഞ്ഞത് അപ്പൊ കേട്ടില്ല അപ്പൊ സൗണ്ട് മ്യൂട്ടായിരുന്നു ഒന്നും പറഞ്ഞു ഫയറിംഗ് വരുമ്പോഴത്തേക്ക് ഇതാവുന്നതാണ് ഫയറിംഗ് ചെയ്തതിന്റെ ഇഷ്യൂ നമുക്ക് POV കാണിക്കാം ബാ കോംപ്രമൈസ്ഡ് എന്റെ പേര് മാഡി നിനക്കെന്തൊരു കുഴപ്പമുണ്ടാ നിനക്കെന്തൊരു തണ്ണുണ്ടോ എന്റെ പേര് കേട്ടേ ആ കുഴപ്പമില്ലല്ലോ അപ്പൊ നീ കണ്ടി കിടന്ന് കുറയ്ക്കണ കിടന്ന് നീ ഹോസ്റ്റൽ നടന്നോടാ എനക്ക് മിണ്ടായില്ലടാ പറഞ്ഞിട്ടുണ്ട് മിണ്ടായില്ലടാ പറഞ്ഞിട്ട് മിണ്ടായില്ലടാ കിടന്ന് കുറയ്ക്കാൻ ഇവിടെ ഇന്ന് പാട്ടി നീ ആര് നീ സൂപ്പർ ആണടാ നമ്മള് സൂപ്പർ ആയതാണ് നീ ഇവിടെ കൈവക്കി മൂഞ്ചി നിൽക്കണം മനസ്സിലായടാ മനസ്സിലായോ ഞാൻ തെരഞ്ഞെടുത്ത് പുറത്തോരിക്കടാ പോരാ മൊണ്ണെ പരമൊണ്ണെ അയ്യേ ഒരു മിനിറ്റ് നീ കാണാവോ എന്നെ പോലത്തെ സംസാരിക്കാൻ പാടില്ല TRP കാണിക്കാതെ ഓൾറെഡി ഇവന് ബാൻ ഉണ്ട് എന്തായാലും ഇവന് TRP കാണിക്കാതെ എന്തായാലും ബാൻ ഉണ്ട് എടാ മനസ്സിലായോ ഒരു മിനിറ്റ് എടാ നീ ചത്ത സംസാരിച്ച നീ കൊണക്കണ്ട നിനക്കുള്ളത് വേറെ അത് പിന്നെ മനസ്സിലായില്ലേ നീ ഇവിടെ കടന്ന് കൊണച്ചാ മതി മനസ്സിലായടാ പട്ടി മനസ്സിലായടാ പട്ടി നീ എന്താണ് ഉദ്ദേശിച്ചത് നീ പിള്ളേരെ തൊടും എന്റെ പാട്ടി നീ അവിടെ കട നീ അവിടെ കട കത്തിക്കല അവിടെ കട നീ പോയിട്ട് നീ ചത്ത് നിവർന്നിട്ട് നീ പോയി പറയണം നിന്റെ അണ്ണന്മാരുടെ അടുത്ത് മനസ്സിലായില്ലേ മുട്ട നിക്കുമ്പോ വരാ മനസ്സിലായാ മുട്ട റാമ്പ വന്നാവേ നീയൊക്കെ കേട്ടാ പരമൊണ്ണ നീ എവിടെ കയറി വേറെ നിന്റെ അച്ചി വിചാരിച്ചാടാ ഇങ്ങോട്ട് കയറി തള്ളി ഇങ്ങനെ തെള്ളിക്കേറി വരാൻ നിന്റെ അച്ചി ഇരിക്കും എവിടെ വിളിച്ചോണ്ട് പോയി പരമൊണ്ണെ നീ കേറടാ നിന്റെ അവസ്ഥ ആലോചോടാ പുഴുത്ത പട്ടി കാട്ടി നശിച്ച അവസ്ഥയാണല്ലോടാ നിന്റെ ആലോചോക്ക് നീ ഇതിലും വലിയ ദുർഭാഗ്യം ആരുണ്ടാ പോയി പറ നീ പോയി പറ ആവുന്ന മണിക്ക് നിക്കാൻ പോയി പറ എന്റെ പൊണ്ണ സെബൂട്ടൻ പോയി പറ നീ ആദ്യം കേട്ടാ മര്യാദക്ക് നെവർ നിക്കാൻ പറ നട്ടലോടുകൂടെ ചന്ദ്രനെ വിളിക്കണ ചന്ദ്ര അവന് TRP ഒരു കുണ്ണയില്ല അവന് പാട്ടിക്ക്
ഇതുണ്ട് അതായത് നമ്മളെ അവൻ അവിടെ ഡെഡ് ക്യാരി ചെയ്തിട്ടുണ്ടല്ലേ കൊണ്ടുവന്ന് ഹോസ്റ്റേജിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൂൾ ഉണ്ട്. EMS കൊണ്ട് പൊക്കിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ബോർഡറുമായിട്ട് അവനെ ഓർമ്മിപ്പിച്ചിട്ടോ ഓൺ സിറ്റുവേഷൻ അല്ല അവൻ പോയെന്നോളൂ. ഇവൻ വേറെ എന്നാ തോന്നണേ. ഇവൻ മറ്റേ വീടിയും ചെയ്തിട്ട് മറ്റേ കിക്കയില്ലേ അവനടി അവനൊക്കെ പോയി മറ്റവനൊക്കെ പോയി മറ്റവനൊക്കെ പറഞ്ഞിട്ടില്ലേ? മറ്റവന്റെ കേസ് നമുക്ക് നോക്കാം. മറ്റവന്റെ കേസ് നമുക്ക് നോക്കാം. അടുത്ത ഗ്യാങ് വെയിറ്റിംഗ് അവനെ കൊടുത്തേക്കോ. കൊടുത്തുവിട അവനെ കൊടുത്തുവിട. തെങ്ങിന്റെ മുന്നിൽ തെങ്ങിനെങ്കിലും വളമാവട്ടറാ. തെങ്ങ് ദൈവമേ എടാ ഈ തെങ്ങ് പോക്കാ മനസ്സിലായില്ലേ? ഈ തെങ്ങ് ഞാൻ പോയെന്ന് വിചാരിച്ചു നിന്നെ കത്തിക്ക. ഈ തെങ്ങിന്റെ മുട്ടി തന്നെ ഇട്ട് മനസ്സിലായില്ലേ? നീ നിന്റെ അണ്ണന്മാരടുത്ത് പോയി പറയണം. നിന്റെ സെബു അണ്ണന്റെ അടുത്തും മറ്റേ കുറച്ചന്മാരുണ്ടോ അങ്ങ് വായിലങ്ങ് വരുന്ന എനിക്കങ്ങ് ഞാനൊന്നും പറയണില്ല. ചാകടാ നീ ചാക് നീ.